കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡ് തീപിടുത്തത്തിൽ ജില്ലാ കളക്ടർ ഇന്ന് ചീഫ് സെക്രട്ടറിക്ക് റിപ്പോർട്ട് നൽകും. ഇതിനു മുന്നോടിയായി കളക്ടറുടെ അധ്യക്ഷതയിൽ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി യോഗവും ചേരും. തീപിടുത്തത്തിലുണ്ടായ നാശനഷ്ടത്തിന്റെ കണക്കടക്കം കിട്ടും. വിവരങ്ങളുമായി റിയാസ് KMR ചേരുന്നുണ്ട്. റിയാസ്, തീപിടുത്തത്തിന്റേതായി ബന്ധപ്പെട്ട പരിശോധനകളെല്ലാം പൂർത്തിയായിരിക്കുകയാണ്. എന്താണ് ലഭ്യമാകുന്ന വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് കാർത്തു. കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡ് കെട്ടിട സമുച്ചയത്തിലുണ്ടായിട്ടുള്ള തീപിടുത്തം, അതിലൊരു കെട്ടിടത്തിൽ വസ്ത്ര വ്യാപാര കെട്ടിടത്തിലുണ്ടായിട്ടുള്ള വലിയ തീപിടുത്തം, അതിനെ തുടർന്നുള്ള ഒരു റിപ്പോർട്ട് സമർപ്പിക്കാനായി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ കൂടിയായ കളക്ടറോട് ചീഫ് സെക്രട്ടറി നിർദ്ദേശിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ വിവിധ വകുപ്പുകളുടെ സംയുക്ത പരിശോധന നടന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്ന് ആ റിപ്പോർട്ട് ജില്ലാ കളക്ടർ ചീഫ് സെക്രട്ടറിക്ക് സമർപ്പിക്കാൻ പോകുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെ അത് സമർപ്പിക്കും മുൻപ് തന്നെ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഒരു യോഗം ഇന്ന് ഉച്ചയോടുകൂടി ചേരും. ആ യോഗത്തിൽ പുതിയ ചില തീരുമാനങ്ങൾ കൈക്കൊള്ളുമെന്നാണ് അറിയുന്നത്. ഇതൊരു വിലയിരുത്തൽ, പൊതുവായൊരു വിലയിരുത്തലുണ്ടാകും. ജില്ലാ ഫയർ ഓഫീസർ, ഒപ്പം തന്നെ പോലീസ്, ഡോഗ് സ്ക്വാഡ്, മറ്റ് സംവിധാനങ്ങൾ, ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് അടക്കമുള്ള സംവിധാനങ്ങൾ, ഇവരെല്ലാം തന്നെ സംയുക്തമായ പരിശോധന നടത്തിയിരുന്നു. ഇതിൻ്റെ പ്രതിനിധികളെല്ലാം തന്നെ ഇന്നത്തെ യോഗത്തിലുണ്ടാകും. അവർ കണ്ടെത്തിയ കാര്യങ്ങൾ അവർ വിശദമാക്കും. ഒപ്പം തന്നെ പോലീസിൻ്റെ ഇൻ്റലിജൻസ് വ്യക്തമാക്കിയത് ഇതിൽ ദുരൂഹതയില്ല എന്ന് ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു. ഇതിൻ്റെ ഷോർട്ട് സർക്യൂട്ടിലേക്ക് നയിച്ച എന്തെങ്കിലും കാരണമുണ്ടോ എന്നത് സംബന്ധിച്ച് പോലീസ് അന്വേഷണം നടന്നു വരികയാണ്. പോലീസ് കേസെടുത്തിട്ടുണ്ട്. കൂടാതെ ഈ വസ്ത്രവ്യാപാര സ്ഥാപനത്തിലെ രണ്ട് വ്യാപാര പങ്കാളികൾ, രണ്ട് ഉടമകൾ തമ്മിലുണ്ടായ തർക്കം, അതിൽ ഒരു ഉടമയ്ക്ക് മറ്റൊരു വ്യാപാര പങ്കാളിയിൽ നിന്നും കുത്തേറ്റ സംഭവം, ഇതൊക്കെ വലിയ ചർച്ചയായിട്ടുണ്ട്. അത് സംബന്ധിച്ച ഒരു അന്വേഷണം പോലീസിൻ്റെ തലത്തിൽ നടക്കുകയാണ്. അതിന് ഇതുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ, അങ്ങനെയെങ്കിൽ ഒരു ദുരൂഹത വീണ്ടും ഉണ്ടായേക്കാവുന്ന സാധ്യതയുണ്ട്. അത്തരം കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുകയാണ്. നഷ്ടപരിഹാരം സംബന്ധിച്ച കാര്യങ്ങൾ 75 കോടിയിലധികം രൂപയുടെ നഷ്ടമുണ്ടായി എന്ന് വ്യാപാരികൾ പറയുന്നു. പക്ഷേ അത്രയും വലിയ നഷ്ടമുണ്ടായോ എന്നുള്ളത് കൃത്യമായി തിട്ടപ്പെടുത്തേണ്ടുന്ന ഒരു കാര്യമുണ്ട്. ഈ നഷ്ട കണക്കുകളെല്ലാം തന്നെ ഇന്നത്തെ റിപ്പോർട്ട് സമർപ്പിച്ചാൽ മാത്രമേ കൃത്യമായി വ്യക്തത വരികയുള്ളൂ. അത്തരം കാര്യങ്ങൾ സംബന്ധിച്ചും ഇന്നത്തെ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചർച്ച ചെയ്യും. അതിന് കൂടാതെ കോഴിക്കോട് കോർപ്പറേഷൻ മേയർ ബീന ഫിലിപ്പ് ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തിട്ടുണ്ട്. കോർപ്പറേഷന്റെ ഭാഗങ്ങൾ പറയാനാണ് വാർത്താ സമ്മേളനം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് CPIM-ന്റെ അനുകൂലിക്കുന്ന വ്യാപാരി സംഘടനയായിട്ടുള്ള വ്യാപാരി വ്യവസായി സമിതി പോലും കോഴിക്കോട് കോർപ്പറേഷനെതിരെ ഈ വിഷയത്തിൽ രംഗത്ത് വന്നിട്ടുണ്ട്. കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള ഈ കെട്ടിടം, അതിൽ കൃത്യമായ ഒരു സംവിധാനങ്ങളും ഉണ്ടായിട്ടില്ല എന്ന ആക്ഷേപം അവർ തന്നെ ഉന്നയിക്കുന്നു. ഒരു എമർജൻസി എക്സിറ്റ് സംവിധാനം പോലുമില്ല, ഒരു ഫയർ എക്സിറ്റ് സംവിധാനം പോലുമില്ല. തീപിടുത്തമുണ്ടായാൽ അതിനൊരു പ്രാഥമികമായ രക്ഷാപ്രവർത്തനം നടത്തേണ്ട സാഹചര്യം പോലും ഈ കെട്ടിടത്തിൽ 1987 ഉദ്ഘാടനം ചെയ്യപ്പെട്ട കെട്ടിടമാണെങ്കിലും കാലാനുസൃതമായ ഒരു നവീകരണം പോലും ഇവിടെ നടന്നിട്ടില്ല. മറ്റൊന്ന്, കോഴിക്കോട് കോർപ്പറേഷൻ സെക്രട്ടറി 15 ദിവസത്തെ അവധിയിൽ പോയിരിക്കുകയാണ്. ഇന്നലെ ഉച്ചവരെ ചുമതലയിലുണ്ടായിരുന്ന കോഴിക്കോട് കോർപ്പറേഷൻ സെക്രട്ടറി 15 ദിവസത്തെ അവധിയിൽ പോയിരിക്കുന്നു. അത് പ്രതിപക്ഷത്തിൻ്റെയും പൊതുജനങ്ങളുടെയും നിരന്തരമായ ആരോപണങ്ങൾ, അത് ഭയന്നാണ് ഓടിപ്പോയത് എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. അത്തരം സാഹചര്യങ്ങൾ, അത്തരം കാര്യങ്ങളിൽ വിശദീകരണം ഉണ്ടാകും. മറ്റൊന്ന്, ഈ കെട്ടിടത്തിൻ്റെ ബ്ലൂ പ്രിൻ്റ് ചോദിച്ച ഉദ്യോഗസ്ഥർക്ക് അത് ലഭ്യമാക്കാൻ കോർപ്പറേഷന് സാധിച്ചിട്ടില്ല. എന്തുകൊണ്ട് ഈ ഒരു കെട്ടിടത്തിൻ്റെ ബ്ലൂ പ്രിൻ്റ് തയ്യാറാക്കിയിട്ടില്ല, ഫയർ ഓഡിറ്റിംഗ് നടത്തിയിട്ടില്ല, തുടങ്ങി നിരവധി ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ഇതിനെല്ലാം മറുപടിയായി ഇന്ന് കോഴിക്കോട് കോർപ്പറേഷൻ മേയർ ബീന ഫിലിപ്പ് വാർത്താ സമ്മേളനം നടത്തും. അത് കോർപ്പറേഷൻ്റെ നിലപാട് എന്ത്, കോർപ്പറേഷൻ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്, അതിൽ എന്താണ് പ്രാഥമികമായി കണ്ടെത്തിയിട്ടുള്ളത്, കോർപ്പറേഷൻ അധികൃതരും ഇന്നലെ പരിശോധന നടത്തിയിരുന്നു, അത്തരം കാര്യങ്ങൾ വിശദീകരിക്കും. മറ്റൊന്ന്, പ്രതിപക്ഷം പ്രധാനമായും ആവശ്യപ്പെടുന്ന ജുഡീഷ്യൽ അന്വേഷണമാണ്. മറ്റ് പോലീസ്, ഫയർഫോഴ്സ് സംവിധാനങ്ങളെല്ലാം തന്നെ ഭരണപക്ഷത്തിന് കീഴിലുള്ള സംവിധാനങ്ങളാണ്. അതുകൊണ്ട് ഇതിലൊരു വസ്തുത പുറത്തുവരില്ല എന്നുള്ളതാണ് പ്രതിപക്ഷം പറയുന്നത്. ഈ വസ്തുത പുറത്തുവരാത്ത സാഹചര്യമുണ്ടാകും. കാരണം അധികാരികൾ എന്ത് പറയുന്നു അതിനനുസരിച്ച് ഉള്ള ഒരു റിപ്പോർട്ടായിരിക്കും പോലീസായാലും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ആയാലും ഉദ്യോഗസ്ഥരായാലും ഇനി ജില്ലാ ഭരണകൂടമായാലും സമർപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനമായും പറയുന്നത്. അതുകൊണ്ട് തന്നെ
കൃത്യമായ ഒരു ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന ആവശ്യം പ്രതിപക്ഷം ശക്തമാക്കുകയാണ്. ഈ ഒരു വിഷയം ഉന്നയിച്ചുകൊണ്ട് വരുന്ന ദിവസങ്ങളിൽ പ്രക്ഷോഭങ്ങൾ ഉണ്ടായാൽ പോലും അത്ഭുതപ്പെടാനില്ല. അതൊരു രാഷ്ട്രീയമായി ഏറ്റെടുത്തുകൊണ്ട് സമരരംഗത്തേക്ക് ഇറങ്ങാൻ പ്രതിപക്ഷ സംഘടനകൾ തീരുമാനിച്ചിട്ടുണ്ട്. തുടക്കത്തിൽ എന്ത് നടപടിയെടുക്കുമെന്നുള്ളത് മാത്രമാണ് അവർ ഇപ്പോൾ നോക്കിക്കാണുന്നത്. നടപടി വൈകുകയാണെങ്കിൽ ഈ ഒരു ശക്തമായ സമരങ്ങളും ഇതിന്റെ പശ്ചാത്തലത്തിൽ ഉണ്ടാകും. എന്തായാലും ഇന്ന് ജില്ലാ കളക്ടർ ആ റിപ്പോർട്ട് ചീഫ് സെക്രട്ടറിക്ക് സമർപ്പിക്കും. അതിനു മുന്നോടിയായി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ യോഗവും ചേരും. കാർത്തു. അതുപോലെ തന്നെ റിയാസ്, എന്തായാലും കെട്ടിടത്തിന്റെ നിർമ്മാണം അശാസ്ത്രീയമാണെന്ന് കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ഇതിൽ കോർപ്പറേഷന്റെ ഭാഗത്തുനിന്ന് എന്ത് നടപടിയായിരിക്കും ഉണ്ടാവുക? കോർപ്പറേഷൻ നടപടികളെല്ലാം തന്നെ ഇന്ന് മേയർ എംബീന ഫിലിപ്പ് വിശദീകരിക്കും. കാരണം ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് പ്രഥമ ദൃഷ്ടിയാ തന്നെ ഒരു സാധാരണക്കാരന് പോലും ആ കെട്ടിടത്തിലെ അനധികൃത നിർമ്മാണങ്ങൾ സംബന്ധിച്ച് കാണാൻ കഴിയുന്നുണ്ട്. അത് സംബന്ധിച്ച് പക്ഷേ അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നാണ് മേയർ അടക്കമുള്ള ഡെപ്യൂട്ടി മേയർ അടക്കമുള്ള ആളുകൾ പറയുന്നത്. പക്ഷേ എല്ലാവരും പൊതുസമൂഹം ഉന്നയിക്കുന്ന ഒരു ചോദ്യം, ഇങ്ങനൊരു നഗരമധ്യത്തിൽ എല്ലാവരുടെയും കൺമുൻപിലുള്ള ഈ അനധികൃത നിർമ്മാണം എന്തുകൊണ്ട് കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർ മാത്രം കണ്ടില്ല, അല്ലെങ്കിൽ കോർപ്പറേഷൻ അധികൃതർ മാത്രം കണ്ടില്ല എന്ന ചോദ്യം ശക്തമായി തന്നെ ഉയരുകയാണ്. ഈ വിഷയത്തിൽ കോർപ്പറേഷനെ പ്രതിക്കൂട്ടിലാക്കി CPIMന്റെ സംഘടനകൾ പോലും രംഗത്ത് വന്നു എന്നുള്ളതാണ്. അതായത് CPIMന്റെ വ്യാപാരി വ്യവസായി സമിതി പോലും കോർപ്പറേഷനെ പഴിചാരി രംഗത്ത് വരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് കോർപ്പറേഷന് വലിയ പ്രതിരോധത്തിലാണ്. ഇക്കാര്യത്തിൽ വ്യക്തമായ മറുപടി അനിവാര്യമാണ്. അത്തരം കാര്യങ്ങൾ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും ഉന്നയിക്കപ്പെടാനുള്ള സാധ്യതകൾ ഏറെയാണ്. അതിന് കൃത്യമായ മറുപടി നൽകേണ്ടുന്ന ഒരു സാഹചര്യം കോർപ്പറേഷൻ മേയർക്കുണ്ടാകും. അത് ഒരു വ്യക്തത വരുത്താൻ കോർപ്പറേഷൻ അധികൃതർ തയ്യാറാകും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാർത്തു. ശരി, കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡ് തീപിടുത്തത്തിൽ ജില്ലാ കളക്ടർ ഇന്ന് ചീഫ് സെക്രട്ടറിക്ക് റിപ്പോർട്ട് നൽകും. ഇതിനു മുന്നോടിയായി കളക്ടറുടെ അധ്യക്ഷതയിൽ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി യോഗവും ചേരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. റിയാസ് KMR ആണ് വിവരങ്ങൾ നൽകിയത്.